എൻ്റെ പേര് സാന്ദ്ര. ഞാൻ Prepwise ഫുൾ പാക്കേജ് സ്റ്റുഡന്റ് ആണ്. എൻ്റെ CUET എക്സാംസ് നടന്നത് ജൂലൈ 15-നും ജൂലൈ 16-നും ആയിരുന്നു. എക്സാം സെന്റർ സെന്റ് ജോസഫ് കോളേജ് പാല ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ഡേ ജൂലൈ 15-ന് എൻ്റെ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ജനറൽ ടെസ്റ്റ് ആയിരുന്നു. ജൂലൈ 16-ന് ഹിസ്റ്ററി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എക്സാം എനിക്ക് ജൂലൈ 15-ലെ എക്സാം ഒരു ഈസി ടു മോഡറേറ്റ് ലെവലായിട്ടായിരുന്നു തോന്നിയിരുന്നത്. ഹിസ്റ്ററി എക്സാം ആണ് എനിക്ക് കുറച്ച് ടഫ് ആയിട്ട് തോന്നിയിരുന്നത്. ഇംഗ്ലീഷ് എക്സാം ഞാൻ പ്രതീക്ഷ പോലെ അത്ര ടഫ് അല്ലായിരുന്നു. നമുക്ക് അത്യാവശ്യം പഠിച്ചാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. മെയിൻ ആയിട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിലും വലിയ ടഫ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു. നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ അലിട്രേഷൻ, സിമിലി, അങ്ങനത്തെ മെറ്റഫർ, അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഡൊമൈനെ പറ്റി പറയുകയാണെങ്കിൽ സോഷ്യോളജി, പൊളിറ്റിക്സിലൊക്കെ ഇയർ വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വലിയതായിട്ടില്ലായിരുന്നു, കുറവായിരുന്നു. പിന്നെ പറയാൻ പറ്റുന്നത് ജനറൽ ടെസ്റ്റ്. ജനറൽ ടെസ്റ്റിന് എനിക്ക് ഓർമ്മയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ട്വിറ്ററിന്റെ CEO ആരാന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ മാത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ലൈക്ക് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ ആരാണെന്ന് എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുന്നത് പൊസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതായത് ലെഫ്റ്റ്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്നൊക്കെ പറയുന്ന പൊസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് റിലേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതായത് ബ്രദർ, ഇപ്പം എന്റെ പേര് A, മറ്റേ ആള് B, അങ്ങനെയാകുമ്പോൾ നമ്മൾ റിലേഷൻസ് എങ്ങനെയാണെന്നുള്ള കുറച്ച് അങ്ങനത്തെ ഒരു മോഡറേറ്റ് ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ സയൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നീടുണ്ടായിരുന്നത് സീക്വൻസിൽ അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതായത് ഇപ്പം കീ, ഡോർ, ലൈറ്റ്, റൂം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സീക്വൻസ് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന രണ്ട് മൂന്നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ആവറേജ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പം ഇത്രയും പേര് തോറ്റു, അങ്ങനെയാണെങ്കിൽ എക്സാം ഇത്രയും ജയിച്ച കുട്ടികളുടെ പെർസെന്റേജ് എത്രയാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഒരുമിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം എന്ന് പറയുന്നത് പ്ലസും N എന്ന് പറയുന്നത് മൈനസും, പിന്നെ ഇപ്പൊ A എന്ന് പറയുന്ന ഡിവിഷനും B എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷനും ആണെങ്കിൽ ഇപ്പൊ കുറെ നമ്പേഴ്സ് തന്നിട്ട് അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഓരോ ആൽഫബറ്റ്സ് എഴുതും. അതായത് ഇപ്പൊ 14M, 3N എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ ആൽഫബറ്റ്സ് തരും, എന്നിട്ട് അത് സോൾവ് ചെയ്യാനുള്ള 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ജനറൽ ടെസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത് മാത്തമാറ്റിക്കലി ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് റൂം, ബോർഡ്, സ്കൂള് അങ്ങനെ തന്നിട്ട് അതൊരു ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഒരു സർക്കിൾ ആയിരുന്നു, കുറെ ഓപ്ഷൻസിനകത്ത് കുറെ സർക്കിൾസ് ഉണ്ടായിരുന്നു. ഒരു സർക്കിളിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 ചെറിയ സർക്കിൾസ് ഉള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതല്ലാതെ ഒരു സർക്കിളിനെ തന്നെ അതിന്റെ അകത്ത് കുറെ ചെറിയ ചെറിയ സർക്കിൾസ് ഉള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് കറക്റ്റ് ഏതാണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് ജനറൽ ടെസ്റ്റിന് ഓർമ്മയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ഹിസ്റ്ററിയുടെ ആണെങ്കിൽ കുറെ ക്രൊണോളജിക്കൽ ഓർഡറിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഓർമ്മയുള്ള ക്രൊണോളജിക്കൽ ഓർഡറിലുള്ളത് ഇബിൻ ബത്തൂത്തയുടെ ഒക്കെ ചാപ്റ്ററിനകത്ത് അവരുടെയൊക്കെ ആരൊക്കെയാണ് ഏത് ടൈമിൽ വന്നെന്നുള്ള രീതിയിൽ സീക്വൻസിൽ അറേഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുറെ പാസേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ പാസേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരുന്നു, അതായത് വലിയ ടഫ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഉണ്ടായിരുന്നു. മാച്ച് ദ ഫോളോയിങ് ആണെങ്കിലും ഇപ്പൊ നമുക്ക് ഒരു ആൻസർ അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിരുന്നു. അതായത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കിപ്പോ ഒറ്റ ആൻസർ അറിയത്തുള്ളെങ്കിലും ആ ഓപ്ഷന്റെ കറക്റ്റ് തന്നെയായിരിക്കും ആ ഓപ്ഷൻസിൽ വരുന്നത്. അപ്പൊ അതനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പൊളിറ്റിക്കൽ സയൻസിൽ എനിക്ക് ഓർമ്മയുള്ളത് പാർട്ടീഷൻ ഇനീഷ്യേറ്റ് ചെയ്തത് ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നീട് ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ്ങിനകത്തൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഇന്ത്യയുടെ മോക്ക് ടെസ്റ്റിന്റെ Prepwise നമുക്ക് തരുന്ന ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. അതിന്റെ ആൻസർ കീ ഡിസ്കഷൻസ് ഞാൻ അത് കണ്ടിട്ടാണ് പോയത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ കുറെ സംഭവങ്ങൾ നമുക്ക് ഫെമിലിയറൈസ് ആവും. അതായത് ഇപ്പം ഇന്ത്യയുടെ മോക്ക് ടെസ്റ്റ് നമ്മൾ ചുമ്മാ ചെയ്യുന്നതിന് പകരം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ആൻസർ ഡിസ്കഷൻ ആ വീഡിയോ കാണുമ്പോൾ തന്നെ അവർ വെറുതെ ആൻസർ പറയുക മാത്രമല്ല ചെയ്യുന്നത്, അപ്പൊ അതിനകത്ത് ഓരോ ഓപ്ഷൻസിന്റെയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് എക്സാമിന് പോകുമ്പോൾ അതും നമ്മുടെ മൈൻഡിൽ വരും.
അപ്പൊ അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ആ ഒരു വീഡിയോ കാണുന്നത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എനിക്ക് പ്രെപ്വൈസിന്റെ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഒത്തിരി മോക്ക് ടെസ്റ്റുകൾ പ്രെപ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോ നമുക്കിപ്പോ ഒന്നും അറിയത്തില്ല, ഫസ്റ്റ് ടൈം നടക്കാവുന്ന എക്സാം ആയത് കാരണം നമ്മൾ കുറച്ച് ടെൻസ്ഡ് ആയിരിക്കും എക്സാം എഴുതാൻ വേണ്ടി. അപ്പൊ നമ്മൾ ആ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്കോർ കാണുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ നമുക്ക് കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എല്ലാ ആഴ്ചയിലും മെന്റർ വിളിക്കുമായിരുന്നു, എന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അപ്പൊ പിന്നെ മെന്റർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പ്രിപ്പറേഷനിൽ നമ്മുടെ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പം ഇംഗ്ലീഷിന് ചിലർക്ക് ഇപ്പം പാരഗ്രാഫ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ചിലർക്ക് അത് പറ്റത്തില്ല. അപ്പം അതൊക്കെ എന്താണ് ചെയ്യേണ്ടത്, ആദ്യം പാരഗ്രാഫ് ആണോ ചെയ്യേണ്ടത് അതോ ബാക്കി ക്വസ്റ്റ്യൻസ് ആണോ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മെന്റർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് പൊതുവെ എക്സാമിനെ പറ്റി തോന്നിയത്. ഡൊമെയിൻസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ജനറൽ ടെസ്റ്റിന് പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് ആ സബ്ജക്ട് പഠിക്കുന്നവർക്ക് ജനറൽ ടെസ്റ്റ് ചെയ്യുമ്പം എന്റെ ജൂലൈ 15-നാണ് എന്റെ എക്സാം. അപ്പം പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്ട് പഠിച്ചിട്ടുള്ളത് കാരണം അതുമായിട്ട് ലിങ്ക് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കാരണം അത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് ജനറലി എക്സാമിനെ പറ്റി തോന്നിയ കാര്യങ്ങൾ.